ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു മലയാളം പ്രസൻറ്റേഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മലയാളം പഠിക്കാൻ മോണ്ടിസോറി മെത്തേഡിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. ടീച്ചർ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിൽ കുട്ടികളുടെ കൈവിരൽ കൊണ്ട് ട്രേസ് ചെയ്യിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതിനായി നമുക്ക് വീട്ടിൽ ഒരു പാത്രത്തിൽ കുറച്ച് മണലെടുത്ത് കുട്ടികളുടെ കൈവിരൽ കൊണ്ട് അതിൽ അക്ഷരങ്ങൾ എഴുതിക്കാവുന്നതാണ്. ഒരക്ഷരമല്ല, മുഴുവൻ സ്വരാക്ഷരങ്ങളും ഒരേ സമയം നമുക്ക് ട്രേസ് ചെയ്യിക്കാവുന്നതാണ്. ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയും കോർഡിനേഷൻ കൂടാൻ വേണ്ടിയുമാണ് നമ്മളിങ്ങനെ ചെയ്യിക്കുന്നത്. കാരണം ബ്രെയിനും കൈവിരൽ തുമ്പുകളും തമ്മിൽ കണക്റ്റഡ് ആണ്. അങ്ങനെ ഏകദേശം ഒരാഴ്ചയോളം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഒരു നേരം മാത്രം റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം റിപ്പീറ്റേഷൻ കുട്ടികൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ഒരാഴ്ചയ്ക്ക് ശേഷം കുട്ടിക്ക് അടുത്ത ഒരു മെറ്റീരിയൽ നൽകാം. അതിനായി ഒരു കാർഡ്ബോർഡ് എടുത്ത് വളരെ മനോഹരമായി ഈക്വലായി കട്ട് ചെയ്ത് അതിൽ സ്വരാക്ഷരങ്ങൾ എഴുതി ഒരു മാറ്റിൽ അത് ഓർഡറായി അറേഞ്ച് ചെയ്ത് കുട്ടിയെ കാണിക്കാം. അതോടൊപ്പം അവരെ കൊണ്ട് അക്ഷരങ്ങൾ റീഡ് ചെയ്യിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അക്ഷരങ്ങൾ എഴുതാവുന്നതാണ്. അതിൽ റെഡ് ഇങ്ക് തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷം കുട്ടിക്ക് അവസരം നൽകാം. ടീച്ചറുടെ സഹായത്തോടെ 3-4 തവണ ഇത് ഓർഡറായി അറേഞ്ച് ചെയ്യുന്ന കുട്ടി അത് റീഡ് ചെയ്യാനും ഒപ്പം പഠിക്കണം. ഒരു പേപ്പറിൽ ടീച്ചറുടെ സഹായത്തോടുകൂടി കുട്ടി ഓരോ ലെറ്റേഴ്സും പകർത്തി എഴുതണം. അതിനുശേഷം കുട്ടി സ്വന്തമായി 1 ടൈം എഴുതാൻ ശ്രമിക്കും. അതിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരിക്കും, പ്രശ്നമാക്കേണ്ടതില്ല. ഏകദേശം ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ കുട്ടികൾ അത് പഠിച്ചെടുക്കാറുണ്ട്. എങ്കിലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൺസിഡർ ചെയ്ത് നമ്മൾ ഓരോ കുട്ടികൾക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യണം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രസൻറ്റേഷനാണിത്. അതുകൊണ്ട് തന്നെ അവർ അറേഞ്ച് ചെയ്യാനും അത് റീഡ് ചെയ്യാനും അത് ഒപ്പം എഴുതിയെടുക്കാനും വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഹാപ്പിയായി എനർജറ്റിക്കായി പഠിക്കുന്നത് കാണാം. ഒപ്പം മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുന്നതും ഷഫിൾ ചെയ്യുന്നതും ഒന്നിനു താഴെ ഒന്നായി ഭംഗിയായി അറേഞ്ച് ചെയ്യുന്നതും എല്ലാം കുട്ടികളുടെ മുന്നിൽ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ടായിരിക്കണം. കാരണം ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന കുട്ടി ടീച്ചർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അനുകരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. അവരുടെ കുട്ടികളും ഹാപ്പിയായി സന്തോഷത്തോടെ പഠിച്ചു വളരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബൈ.